بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇഹ്യാ ഉലൂമുദ്ദീൻ അതിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെ ആശയങ്ങൾ മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ കിതാബാണല്ലോ ഇഹ്യാ ഉലൂമുദ്ദീൻ. ബയാനു മഅനൽ ഉഖുവത്തി ഫില്ലാഹി വ തംയീസിഹാ മിനൽ ഉഖുവത്തി ഫിദ്ദുനിയ. ഉഖുവത്ത് ഫില്ലാ, ഉഖുവത്ത് ഫിദ്ദുനിയ, ഇത് രണ്ടും എന്താണ് എന്ന് പറയുന്നതാണ് ഈ ഭാഗം. ഉഖുവത്ത് എന്ന് പറയുന്ന വലിയ സ്വാലിഹായ അമലാണ്. അത് പക്ഷേ രണ്ട് രീതിയിലുണ്ടാവും, ദുനിയവിയും ഉഖ്റവിയും ഉണ്ടാവും. ദുനിയവിയാകുന്ന സമയത്ത് എന്താണ്, ഉഖ്റവിയാകുന്ന സമയത്ത് എന്താണ് എന്ന് മനസ്സിലായാൽ എളുപ്പമാണ് ഒരു ചെയ്യുന്നൊരു അമല് സ്വാലിഹായ അമലാണ്. അധിക അമലുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എല്ലാവർക്കും ആവശ്യമാണ് എക്സസൈസുകൾ. പക്ഷെ എക്സസൈസ് എന്ന നെയ്യത്തോടു കൂടെ ഒരാള് റുക്കുവിന്റെ ഹൈഅത്ത് അതുപോലെ സുജൂദിന്റെ രൂപമൊക്കെ ചെയ്തത് കൊണ്ട് പ്രതിഫലം കിട്ടിക്കൊള്ളണം എന്നില്ല. അതേസമയത്ത് നിസ്കരിക്കുക എന്ന നീയത്തുണ്ടാകുമ്പോൾ നിസ്കാരത്തിന് പ്രതിഫലമുണ്ട്. ഇങ്ങനെയാണ് എന്തും ചെയ്യുന്ന ഏത് കാര്യങ്ങളും നമ്മൾ കരുതുന്ന പോലെയാണ്. ഒരാളെ മുഖത്തൊരു കൊതു വന്നിരുന്നു, ഒരാള് അയാളെ ചോര കുടിക്കുന്നു, അല്ലെങ്കിൽ ആ കൊതുക് അടിച്ചാൽ കൊതുക് മുഖേന ഡെങ്കിപ്പനിയോ മറ്റു രോഗം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ആ കൊതുവിനെ മുഖത്ത് നിന്ന് തട്ടിക്കളഞ്ഞു. അത് സ്നേഹമാണത്. അതേസമയത്ത് മറ്റൊരാളെ മുഖത്ത് അതുപോലെ തന്നെ ഒന്ന് അടിച്ചു, പക്ഷെ മറ്റേയാൾ വെറുപ്പ് പിടിച്ചിട്ടാണ് അടിച്ചത്. ഒരാളെ നീയത്ത് മാറിയപ്പോൾ ഒന്ന് സ്നേഹമാണ്, മറ്റത് എന്താണ്, അയാളെ പ്രകോപിപ്പിക്കലാണ്, അയാളെ നിന്ദിക്കലാണ്, അയാളെ ഉപദ്രവിക്കലാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഭൂരിഭാഗം കാര്യങ്ങളിലും ഈ ഒരു രൂപം കാണാം. ഒന്ന് ഫില്ലാഹിയാണ്, ഒന്ന് ഫിദ്ദുനിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി തന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഗസാലി ഇമാമിന്റെ വിശദീകരണത്തിന്റെ പൊരുൾ. ഇഅലം അന്നൽ ഹുബ്ബ ഫില്ലാഹി വൽ ബുഗ്ദ ഫില്ലാഹി ഗാമിദുൻ. ഈ ഹുബ്ബു ഫില്ലാ, ഹുബ്ബു ഫിദ്ദുനിയ എന്ന് പറയുന്നത്, ദുനിയാവിലുള്ള ഹുബ്ബ്, അള്ളാഹുവിന്റെ വഴിയിലുള്ള ഹുബ്ബ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ വഴിയിലുള്ള ബുഗ്ദ്, കോപം അങ്ങനെ തന്നെയാണ്. ദേഷ്യം എന്ന് പറയുന്നത് അത് ബേസിക്കലി പോസിറ്റീവാണ്. അപ്പോ അള്ളാഹുവിന്റെ വഴിയിലുള്ള ബുഗ്ദ്, ദേഷ്യപ്പെടൽ, അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹം, അത് ഗാമിദുൻ, അതൊരു സസൂക്ഷ്മം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന വിശദീകരണം കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ആ മറ നീങ്ങും. വഹുവ അന്ന സുഹ്ബത്ത തൻഖസിമു ഇലാ മാ യഖഉ ബിൽ ഇത്തിഫാഖ്. അവിടെ മനസ്സിലാക്കേണ്ടത് സുഹബത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന സുഹബത്ത്. തൻഖസിമു ഇലാ മാ യഖഉ ബിൽ ഇത്തിഫാഖ്, യാദൃച്ഛികമായി ഉണ്ടാകും. കസുഹബത്തി ബിസബിൽ ജിവാരി, അതിന്റെ ഉദാഹരണമാണ് അയൽവാസിയായിട്ട് ഒരാൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സുഹബത്ത് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ കൊടുക്കും, ഒരാവശ്യം ഉണ്ടാകുമ്പോൾ ചോദിക്കും, അതൊരു സുഹബത്താണ്. ഔബി സബബിൽ ഇജ്തിമായി ഫിൽ മക്തബി, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒന്നിച്ച് കാണുന്നു, അല്ലെങ്കിൽ ലൈബ്രറിയിൽ എന്നും ഒന്നിച്ച് കാണുന്നു, അതൊരു സുഹബത്താണ്. നമുക്ക് സുഹബത്ത് സ്വാഭാവികമായിട്ടുണ്ടാകും. ഔഫിൽ മദ്രസത്തി, അല്ലെ സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ മദ്രസയിൽ പോയാൽ, ഔഫി സൂഖി, അല്ലെ അങ്ങാടിയിൽ, ഔ അല ബാബി സുൽത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഓഫീസിൽ, രാജാക്കന്മാരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ഭരണാധികാരികളുടെ അടുക്കൽ എപ്പോഴും പോകുമ്പോൾ കാണുന്ന, ഔഫിൽ അസ്ഫാരി, അല്ലെ യാത്രയിൽ, അജ്മീറിലേക്ക് ഒരു യാത്ര പോയി, ഡൽഹിയിലേക്ക് യാത്ര പോയി, യാത്രയിൽ ഒന്നിച്ച് 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ യാത്രയിൽ ഉണ്ടാകുന്ന സുഹബത്ത് യാദൃശികമാണ്.
അതായത് ലക്ഷ്യത്തോടു കൂടെ ഉണ്ടാകുന്നതുണ്ട്. അതായത് ഒരാളെ മനസ്സിലാക്കി എനിക്ക് അയാളെ ഒന്ന് പരിചയപ്പെടണം, അയാളോടൊന്ന് കൂട്ടുകൂടണം എന്ന് പ്രത്യേകം കരുതിയിട്ട് നമ്മളൊരു ഗുരുനാഥനെയോ ഒരു നല്ല മനുഷ്യനെയോ കാണാൻ പോകും. അത് ഇലാമായി അൻസു ഇഖ്തിയാറും വയക്സുഡ്, അത് ലക്ഷ്യാധിഷ്ഠിതമായിട്ടുള്ളതാണ്, യാദൃശികമായിട്ടുള്ളതല്ല. വഹുവല്ലദീ നുരീദു ബി ബയാനഹു, ഇതാട്ടോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഉഖുവത്തു ഫിദ്ദീനി വാഖിയത്തുൻ ഫി ഹാദൽ ഖിസ്മി ലാ മഹാലത്ത്. മതപരമായി നമ്മൾ പഠിപ്പിക്കുന്നത് ഈ വകുപ്പിൽപ്പെട്ടതാണ്, യാതൊരു സംശയവും പറയാനില്ല. അതായത് ബോധപൂർവം ചെയ്യുന്നതാണ്. ഇത് ലാ സവാബ ഇല്ല അലൽ അഫ്ആലിൽ ഇഖ്തിയാരിയ. നമ്മള് ഒരു സവാബ് പറയുന്നത് ഇങ്ങനെ സ്വയം ചെയ്യുന്നതിനാണ്. വലാ തർഗീബ ഇല്ലാ ഫീഹ, അതേ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. മറ്റത് പിന്നെ ഉണ്ടായാലായി, ഇല്ലെങ്കിലായി. വസുഹ്ബത്തു ഇബാറത്തുൻ അനിൽ മുജാലസത്തി വൽ മുജാവറത്തി. സത്യത്തിൽ സുഹ്ബത്ത് എന്ന് പറയുന്ന പ്രയോഗം അത് കൂടിയിരിക്കുക, ഒന്നിച്ചു കൂടുക, ഇപ്പോഴൊക്കെ ഉണ്ടാകുന്നതിനാണ് സുഹ്ബത്ത് എന്ന് സാധാരണ പറയുക. വഹാദിഹിൽ ഉമൂറു ലാ യഖ്സിദുൽ ഇൻസാനു ബിഹാ ഗൈറഹു ഇല്ല ഇദാ അഹബ്ബഹു വലാ വഹാദിഹിൽ ഉമൂർ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ലാ യഖ്സിദുൽ ഇൻസാനു ബിഹാ, ഈ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ ലക്ഷ്യം വെക്കുകയില്ല, വൈറഹു, മറ്റൊന്ന് ലക്ഷ്യം വെക്കില്ല, ഇല്ല ഇദാ അഹബ്ബഹു, അത് ഇഷ്ടപ്പെട്ടല്ല. ഫൈൻ ഫൈൻ വൈറൽ മഹ്ബൂബി യജ്തനിബു വയുബാഇദു വലാ തുഖ്സദു മുഖാലത്തത്തു. ഒരു മഹ്ബൂബ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കഴിയുന്നു നമ്മൾ മാറി എന്ന് മാത്രമല്ല മാറ്റി നിർത്തുകയും ചെയ്യും. എന്ന് മാത്രമല്ല വലാ തുഖ്സദു മുഖാലത്തത്, കൂടി അധികം കൂടിയിടാൻ ഇഷ്ടവും ഉണ്ടാവില്ല മഹ്ബൂബ് അല്ലെങ്കിൽ. അപ്പൊ വല്ലതി യുഹിബ്ബു, ഇപ്പൊ സ്നേഹിക്കുന്ന ഒരാള് ഫൈമ അൻ യുഹിബ്ബ ലിദാത്തിഹി, സ്നേഹിക്കുമ്പോ ഒന്നുകിൽ അയാളെ തന്നെ സ്നേഹിക്കും, ലാലി യതവസ്സല ബിഹി, അയാള് മുഖേന എത്തിച്ചേരാനല്ല, ഇലാ മഹ്ബൂബിൻ മഖ്സൂദിൻ വറാഅഹു, അതിന്റെ അപ്പുറമുള്ള മറ്റൊരാളിലേക്ക് എത്തിച്ചേരാനൊന്നല്ല, അയാളെ മാത്രമാണ് ലക്ഷ്യം, അയാളുടെ ബഹുമാനം അയാളെ മാത്രം. വൈമ യുഹിബ്ബ ലിത്തവസ്സുലി ബിഹി ഇലാ മഖ്സൂദിൻ, ചിലപ്പോ എന്ത് ചെയ്യും, ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇയാള് വേണം, അപ്പൊ ഇയാളെ പിടിക്കുന്നത് നല്ലത്. പദാലിക്കൽ മഖ്സൂദ്, ഇപ്പൊ നമ്മള് ഒന്നുകിൽ ഒരാളെ കാണാൻ പോകുന്നത് അയാളെടുത്ത് പണമുണ്ട്, അയാളെടുത്ത് അധികാരമുണ്ട്, അല്ല അയാൾക്ക് എന്തോ ഒരു ഗുണമുണ്ട് എന്ന് കണ്ടിട്ടാണ് അയാളോട് കൂട്ടുകൂടും. അതല്ലെങ്കിൽ ഇയാള് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ലക്ഷ്യമുള്ള ഒരാളുടെ ആളാണ്, ഇയാളോട് നല്ല ബന്ധം ഉണ്ടായാൽ അവിടെ എത്തുമ്പോൾ അയാളെടുത്ത് കാര്യം ഉണ്ടാവും, മറ്റൊരാളെടുത്ത്. ഇപ്പൊ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരിയുടെ ആളാണ്, അപ്പൊ ആ ഭരണാധികാരിയുടെ അടുത്ത് നമുക്കൊരു കാര്യം നേടാൻ ഇയാൾ ഉണ്ടായ നല്ല പിടുത്തമുള്ള ആളാണ്, അപ്പൊ ഇയാളല്ല ലക്ഷ്യം, മറ്റേയാളാണ് ലക്ഷ്യം, അങ്ങനെ ഉണ്ടാകും. ലാലിക്കൽ മഖ്സൂദു ഇമ്മാ അൻ യകൂന മഖ്സൂറൻ അല ദുനിയ വഹുദൂദിഹ, ഈ ലക്ഷ്യം ചിലപ്പോൾ എന്ത് ചെയ്യാം, ദുനിയാവായിരിക്കാം, അതിന്റെ വിഹിതങ്ങളായിരിക്കാം. വൈമ്മാ അൻ യകൂന മുതഅല്ലിഖൻ ബിൽ ആഖിറ, ചിലപ്പോൾ അത് ആഖിറവുമായി ബന്ധപ്പെട്ടതാകാം. വൈമ്മാ അൻ യകൂന മുതഅല്ലിഖൻ ബില്ലാഹി തആല, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാകാം. ഫഹാദിഹി അർബഅത്തു അഖ്സാം, ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ളത് 4 ഖിസ്മാണ് പറയാനുള്ളത്. അമ്മൽ ഖിസ്മുൽ അവ്വലു, അതിലെ ഒന്നാമത്തെ ഖിസ്മു വഹുവ ഹുബ്ബുക്കൽ ഇൻസാന ലിദാത്തിഹി, നീ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, അയാളെ ദാത്താണ് നമ്മളെ മുറാദ്. ഫലിദാലിക ഫലിദാലിക മുംകിനുൻ ഫദാലിക മുംകിനുൻ വഹുവ അൻ യകൂന ഫീ ദാത്തിഹി മഹ്ബൂബൻ ഇൻദക അലാ മഅന അന്നക തൽതദ്ദു ബിറുയതിഹി വമഅരിഫതിഹി വമുശാഹദതി അഖ്ലാഖിഹി ലിസ്തിഹ്സാനിക ലഹു. അത് സാധ്യതയുണ്ട്. എന്തിന്? വഹുവ അൻ യകൂന ഫീ ദാത്തിഹി, അയാളെ തന്നെയാണ് അതില് മഹ്ബൂബാണ്, അയാള് തന്നെ നിനക്ക് മഹ്ബൂബാണ്. ഇന്തൊക്കെ നിന്റെ അടുക്കൽ അലാ മാന അന്നക്ക തെൽത്തദ്ദു ബിറുയത്തി, അയാളെ കണ്ട ഒരു രസ, ഒരു സന്തോഷം. അപ്പൊ മാരിഫത്തിഹി, അയാളെ അറിയുമ്പോഴൊരു അറിയുന്നതിനനുസരിച്ച് അപ്പൊ നമ്മൾ ആ സാത്വികത്തിനെയൊക്കെ പോലെ ഉസ്താദുമാരെയൊക്കെ പോലെ അവരറിയുന്നതിനനുസരിച്ച് ഒരുപാട് നന്മകൾ നമുക്ക് പഠിക്കാനുണ്ടാകും. അപ്പൊ മുശാഹദത്തി അഖ്ലാഖി, അവരുടെ ഹുലുക്ക് കാണുമ്പോഴും നമ്മൾ കുറെ പിന്നെയും നമുക്ക് താല്പര്യം ഉണ്ടാവും. എന്താ കാരണം? ലിസ്തിഹ്സാനിക ലഹു, അത് നിന്റെ കാഴ്ചപ്പാടിൽ നല്ല കാര്യമാണ്, ആ നല്ല സ്വഭാവമാണ്, അവരുടെ ഒരുപാട് പഠിക്കാനുണ്ട്, അവരുടെ വിനയം, അങ്ങനെ ഓരോന്നും അവരുടെ അടുത്ത് നിന്ന് കാണുന്നതൊക്കെ എന്താണ്,
നമുക്ക് സന്തോഷകരമാണ്. ഫൈന്ന കുല്ല ഫൈന്ന കുല്ല ജമീലിൻ ലദീദുൻ, എല്ലാ ഭംഗിയുള്ളതും രസമുള്ളതാണ്. ഫി ഹഖ്ഖി മൻ അദ്റക ജമാലഹു, ആ ഭംഗി ആ ഭംഗി കിട്ടിയ ഒരാൾക്ക് അത് കാണാൻ ഭയങ്കര സുഖമാണ്, അതൊരു രസമാണ്. കുല്ലു ദദീൻ മഹബൂബൻ വല്ലദ്ദത്തു, എല്ലാ രസമുള്ളതും അതൊരാൾക്ക് ഇഷ്ടമാണ്. വല്ലദ്ദത്തു തത്ബഉൽ ഇസ്തിഹ്സാൻ, ഈ രസം ഉണ്ടായാൽ അത് പിന്നെ ഇസ്തിഹ്സാനിലേക്ക് പോകും. ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞാൽ ഹസന് ആയിട്ട് കാണലാണ് ഇസ്തിഹ്സാൻ. ഇസ്തിഫാൽ വസനിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. ഫാല ഇസ്തിഫാലിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് അതിനെ അങ്ങനെയായിട്ട് അനുഭവിക്കുക, അത് ഇസ്തിഫാലിന്റെ വസനിലേക്ക് വരുന്ന ഹുസ്നായിട്ട് അനുഭവിക്കുന്നതിലേക്ക് അത് പോകും. വൽ ഇസ്തിഹ്സാനു യത്ബഉൽ മുനാസബത്ത വൽ മുലാഅമത്ത വൽ മുവാഫഖത്ത ബൈന തുബാഇ. ഈ ഇസ്തിഹ്സാൻ ഉണ്ടായാൽ മുനാസബത്ത് ഉണ്ടാവും, ചേർച്ച ഉണ്ടാവും. അതുപോലെ പരസ്പരം ഒരു യോജിപ്പുണ്ടാകും, പരസ്പരം യോജിക്കുക, ഏകദേശം അതെല്ലാം ഒരേ അർത്ഥമാണ്. പരസ്പരം ഒരു യോജിപ്പുണ്ടാകും. എന്തിന്റെ ഇടയിൽ? രണ്ടാളുടെയും ത്വബീഅത്തിന്റെ ഇടയിൽ. രണ്ടാളെ പ്രകൃതവും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കും. ഇയാൾക്ക് പിന്നെ എരിവ ഇഷ്ടം, അയാൾക്ക് എരിവായിരിക്കും ഇഷ്ടം. അയാൾക്ക് മധുരാണെങ്കിൽ മറ്റേയാൾക്ക് മധുരം. അങ്ങനെ പലതും, എല്ലാം അങ്ങനെയല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ ത്വബീഅത്ത് പരസ്പരം യോജിക്കുന്നത് കാണാം. ثم ذلك المستحسن إما أن يكون هو الصورة الظاهرة هو الصورة الظاهرة. അത് ചിലപ്പോൾ എന്തായിട്ട് മാറാം? അവിടെ മുസ്തഹ്സനായ ആ കാര്യം എന്തായിട്ട് മാറാം? പ്രത്യക്ഷത്തിലുള്ള രൂപം ചിലപ്പോൾ അങ്ങനെ വരാം. അനി ഹുസ്നുൽ ഖിൽഖത്തി, അയാളെ ആ ബോഡി, നല്ല ഒരു ബോഡി ഇമേജ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. വൈമ യകൂന ഹുവ സൂറത്തുൽ ബാത്തിന, ബോഡി ചിലപ്പോൾ കറുത്തിട്ടാണ്, പക്ഷെ അതേ സമയത്ത് അല്ലെങ്കിൽ വേറെന്തോ വിരൂപിയാണ്, അല്ലെ അത്ര ഇത് ഉഷാറില്ല, പക്ഷെ ബാത്തിന് ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഭയങ്കര സുഖമാണ്. അതിന് കമാൽ അൽ അഖ്ലി ഹുസ്നുൽ അഖ്ലാഖ്, ഹുസ്നുൽ അഖ്ലാഖ്, നല്ല ബുദ്ധിയാണ്, അതുപോലെ നല്ല സ്വഭാവമാണ്. നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരാൾ ആഖിറത്തിനെയാണ് ദുനിയാവിനേക്കാൾ തിരഞ്ഞെടുക്കുന്നത്, അയാൾ ഭയങ്കര ബുദ്ധിമാനാണ്, അയാളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. വയത്തുബഉ ഹുസ്നുൽ അഖ്ലാഖി ഹുസ്നുൽ അഖ്ലാഖി, ഹുസ്നുൽ അഖ്ലാഖ് ഉണ്ടായാൽ പിന്നെ അത് എന്തിലേക്ക് പോകും? ഹുസ്നുൽ അഫ്ആലി ലാ മഹാലത്ത്, അയാളുടെ പ്രവർത്തനം പിന്നെ നന്നാകാൻ തുടങ്ങും. ഹുസ്നുൽ അഖ്ലാഖ് ഉണ്ടായാൽ പിന്നെ അയാളുടെ പ്രവർത്തനവും നന്നാകാൻ തുടങ്ങും. ലാ മഹാലത്ത്, ഒരു സംശയവും വേണ്ട, അതെന്ത് ചെയ്യും? അങ്ങോട്ട് പോകാൻ തുടങ്ങും. വയത്ബഉ കമാലുൽ അഖ്ലി ഗസാറത്തൽ ഇൽമി, ഇൽമ് നന്നായിട്ട് കൂടുതലുണ്ടെങ്കിൽ പിന്നെ അത്, അല്ല അഖ്ല് കൂടുതലുണ്ടെങ്കിൽ അത് പിന്നെ എവിടത്തേക്കും പോകും? ഇൽമും കൂടും, പിന്നെ ഇൽമു കൂടും. ഫകുല്ലു ദാലിക മുസ്തഹ്സനുൻ ഇൻദ ത്വബഇ സ്വലീമി വൽ അഖ്ലിൽ മുസ്തഖീം. ഇപ്പറഞ്ഞതൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്ക് ഭയങ്കര മുസ്തഹ്സനായിരിക്കും, ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും, അപ്പൊ പിന്നെ ഇഷ്ടമായിരിക്കും. നല്ല മനുഷ്യന്മാർക്കൊക്കെ ഈ സുഹബത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. വകുല്ലു മുസ്തഹ്സനിൻ മുസ്തലദ്ദും ബിഹി വ മഹ്ബൂബുൻ, മുസ്തഹ്സനായി പോയാൽ, അത് നല്ലതായിട്ട് കാണുന്ന ഒരു അവസരം കിട്ടിയാൽ പിന്നെ അത് ഭയങ്കര സുഖം. അപ്പോ ഇന്ന് നമ്മൾ കാണുന്ന ഉലമായിന്റെ കൂട്ടത്തിൽ സുൽത്താനുൽ ഉലമ, അത് കണ്ടാൽ തന്നെ എല്ലോ ആയി. അവിടുത്തെ സ്വഭാവം എല്ലാ അർത്ഥത്തിലും വിട്ടുവീഴ്ചയുള്ള സ്വഭാവം, എല്ലാവരെയും പരിഗണിക്കുന്ന സ്വഭാവം, വിനയമുള്ള സ്വഭാവം, വല്ലാതെ ധർമ്മം ചെയ്യുന്ന സ്വഭാവം, എന്തൊക്കെയാണ് ഒരു മനുഷ്യന് നന്മ പഠിക്കാനുള്ളത് അതൊക്കെ അവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും, അവിടുത്തെ കണ്ടാൽ മനസ്സിലാവും. ഇതൊരു ഉദാഹരണമാണ്. എല്ലാ വലിയ വലിയ സ്വാലിഹീങ്ങളായ മഹാന്മാരൊക്കെ ഉസ്താദവറുകളെ ആ രീതിയിൽ കാണുന്നതും അതുകൊണ്ട്, ആ രീതിയിലാണല്ലോ എല്ലാ മഹാന്മാരും ഉസ്താദിനെ കാണുന്നത്. അതിന്റെ ഒരു ഉദാഹരണം. മുസ്തഹസനായാൽ പിന്നെ അവിടുന്ന് ഒരുപാട് പഠിക്കാൻ, അതിൽ എങ്ങനെ നോക്കിയാലും അത് മുസ്തലതായിരിക്കും, അതെല്ലാം രസമുള്ളതായിരിക്കും, അതെല്ലാം പ്രിയപ്പെട്ടതായിരിക്കും. ബൽ ഫി ഇഖ്തിലാഫിൽ ഖുലൂബി അംറുൻ അഗ്മദു മിൻ ഹാദാ, മനസ്സ്, കൽബ് പരസ്പരം യോജിക്കുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടി മൈന്യൂട്ടായ
അമ്മവായ ഒരു ഏരിയ കൂടിയുണ്ട് പറയാൻ. ഫൈനഹു ഖദ് തസ്തഹ്കിമു ഖദ് തസ്തഹ്കിമു ഖദ് തുസ്തഹ്കമുൽ മവദ്ദത ബൈന ശഖ്സൈനി മിൻ ഗൈരി മിലാഹത്തിൻ ഫി സൂറത്തിൻ വലാ ഹുസ്നി വലാ ഹുസ്നിൻ ഫി ഖുൽഖിൻ വഫി ഖൽഖിൻ ഖുലുഖിൻ വഫി ഖൽഖിൻ. അവിടെ ചിലപ്പോ ഈ മവദ്ദത്ത് രണ്ടാളുടെ ഇടയിൽ അങ്ങ് നന്നായിട്ട് അങ്ങോട്ട് സ്ഥാപിക്കപ്പെടും ആ മവദ്ദത്ത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട പിന്നെ മടുപ്പില്ല, പിന്നെ സൃഷ്ടിപ്പിലോ, പിന്നെ അയാൾ ദേഷ്യം പിടിച്ചാലൊക്കെ അതും ഭംഗിയായി മാറും. അങ്ങനെ ഉണ്ടാവും. ഇതങ്ങോട്ട് ഈ ഇത്തിലാഫുൽ ഖുലൂബ് വന്നാൽ അതിലെല്ലാം പിന്നെ രസമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ അവിടെ ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു ഒരു അവസ്ഥ ഉണ്ടാകും. വലാക്കിൻ പക്ഷെ അവിടെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ലി മുനാസബത്തിൻ തൂജിബുൽ ഇൽഫത്ത വൽ മുവാഫഖത്ത. അത് എന്തുകൊണ്ടാണ് ആ ബന്ധം ഉണ്ടാകുന്നത്? അത് ഇൽഫത്ത് ഉണ്ടാക്കുന്നതാണ്, കൂടുതൽ യോജിപ്പ് ഉണ്ടാക്കുന്നതാണ്, കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൽഫത്തും മുവാഫഖത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇൽഫത്ത് നമ്മൾ ബോധപൂർവം ഉണ്ടാകുന്നതാണ്. മുവാഫഖത്ത് സത്യത്തിൽ ബോധപൂർവം അല്ലാതെ ഉണ്ടായിത്തീരുന്നതാണ് മുവാഫഖത്ത്. അപ്പൊ രണ്ട് രീതിയിൽ യോജിപ്പുണ്ടാവും. രണ്ടാള് ചെയ്യുന്നതും തമ്മിൽ ബോധപൂർവമുള്ള യോജിപ്പുണ്ടാവും, ബോധപൂർവം അല്ലാതെ ചെയ്തു നോക്കിയാലും രണ്ടാള് ചെയ്തു ഒന്നായി. അങ്ങനെ സംഭവിക്കും. ഫൈന ശബഹ ശൈഇ യൻജദിബു ഇലൈഹി ബിത്വബഇ. ഈ ശബഹ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ആകർഷണീയത ഉണ്ട്. പ്രകൃതം കൊണ്ടും ആകർഷണീയത, ത്വബഈയത്ത് കൊണ്ടും ഒരു ആകർഷണീയത. രണ്ടാളും ഒരു നല്ല കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട്, അത് രണ്ടാളും ഒരുപോലെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, രണ്ടാളിലും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവും. വൽ അഷിയാ ഉൽ ബാത്തുനത്തു ഖഫിയത്തു. ഇവിടെയുള്ള ഈ ആന്തരിക വിഷയങ്ങൾ അത് സത്യത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നതല്ല. ഖഫിയത്തുൻ എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്നത്. വലഹ അസ്ബാബൻ ദഖീഖത്തുൻ. അതിന് കുറേ സസൂക്ഷ്മമായ കാരണങ്ങൾ. വലഹ അസ്ബാബുൻ ദഖീഖത്തുൻ ലൈസ ഫീ ഖുവ്വത്തിൽ ബശരി അൽ ഇത്ലാഉ അലൈഹ. ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല അത് മനസ്സിലാക്കുക. അബ്ബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക ഹൈതു ഖാല. നബി തങ്ങൾ ഈ പറയാൻ പോകുന്ന ഹദീസിൽ പറഞ്ഞത് കാണാം, വിവരിച്ചത് കാണാം. ഖാല അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ. അർവാഹുകൾ, ആത്മാവ് എന്ന് പറയുന്നത് അതൊരു പടകെട്ടിയ സൈന്യമാണ്. ഫമാ തആറഫ മിൻ ഇഖ്തലഫ്. അത് അന്ന് ആ അർവാഹിന്റെ ആലമുൽ അർവാഹിൽ വെച്ച് പരസ്പരം പരിചയപ്പെട്ടവർ ഇവിടെയും ഇണങ്ങും. ഫമാ തനാക്കറ മിൻഹ ഇഖ്തലഫ്. അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നവർ ഇവിടെ അകന്നിട്ട് തന്നെയാണ്. ഫത്തനാക്കുറു നതീജത്തു തബായുൻ. ഇവിടെ ഉണ്ടാകുന്ന തനാക്കുർ എന്ന് പറയുന്നത് രണ്ടാളും രണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിന്റെ നതീജയാണ്. അയാൾ വേറെയാണ്, ഇയാൾ വേറെയാണ്. അപ്പൊ എപ്പോഴും തമ്മിൽ അത് ചേരൂല. വല്ല ഇഖ്തിലാഫ് നതീജത്തു തനാസുബ്. ഈ ഇണങ്ങുന്നത് അവിടെ ഒരു യോജിപ്പുണ്ട്, ഉള്ളിലൊരു യോജിപ്പുണ്ട്, അതുകൊണ്ടാണ് പുറത്ത് ഇണങ്ങുന്നത്. അല്ലതി അബ്ബറ അൻഹു ബി തആറുഫ്. തആറുഫ് എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയത് അവിടെ നിന്ന് തനാസുബുണ്ട്, രണ്ടാളുടെയും ആ ഉള്ളിലുള്ള കണ്ടന്റ് തമ്മിൽ പരസ്പരം മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ പുറത്തും മാച്ച് ചെയ്യും എന്ന് മാത്രമല്ല, വഫി ബഅദിൽ അൽഫാദി, ചില ഹദീസിന്റെ വാചകത്തിൽ ഇങ്ങനെയാണ്: അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ തൽതഖി ഫതതശാമ്മു ഫിൽ ഹവാഇ. അവര് ഈ ഇഷ്ടത്തിലും പരസ്പരം എന്ത് ചെയ്യും? ഒരേ സ്മെല്ലായിരിക്കും. വഖദ് കന്ന ബഅദുൽ ഉലമാഇ അൻ ഹാദ. ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചത് പറഞ്ഞത് കാണാം. ബി അൻ ഖാല ഇന്നല്ലാഹ തആല ഖലഖൽ അർവാഹ ഫഫലഖ ബഅദഹ ഫലഖൻ. അല്ലാഹു അർവാഹിനെ പടച്ചു, എന്നിട്ട് എല്ലാം ഒന്നിങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ അതിനെന്ത് ചെയ്തു? ഫലക്ക്, ഒന്ന് കീറി നോക്കുക. എന്നിട്ട് അതുലഖഹ ഹൗലൽ അർശി. എന്നിട്ട് എന്ത് ചെയ്തു പറഞ്ഞാൽ അർശിന് ചുറ്റിലും എല്ലാറ്റിനെയും വിട്ടു, എല്ലാ അർവാഹിനെയും വിട്ടു. ഫഅയ്യു റൂഹൈനി മിൻ ഫലഖത്തൈനി തആറഫ ഹുനാക. അവിടെ വെച്ച് ഏത് അർവാഹാണോ പരസ്പരം യോജിക്കുന്നത്, ഫൽതഖയാ, അവരാണ് പിന്നീട് ചേരുന്നത്. തവാസല ഫി ദുനിയ. ദുനിയാവിലും അവരൊന്നിച്ചേരും. അവരെ ഏത് സ്ഥലത്തുനിന്ന് കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം ഭയങ്കര ഇഷ്ടവും സ്നേഹവും യോജിപ്പും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അർവാഹൽ മുഅ്മിനീന ലയൽതഖിയാനി. നബി തങ്ങൾ എന്നിട്ട് പറഞ്ഞതാണ്, ആ മുഅ്മിനീങ്ങളുടെ അർവാഹ് കണ്ട വേഗം ചേരും.
അല മസീറത്തി യൗമിൻ, ഒരു ദിവസം യാത്ര ചെയ്യുന്ന ഒരു യാത്ര ഒന്നിച്ച് യാത്ര ചെയ്ത് നോക്കി അവർക്ക് ഭയങ്കര സന്തോഷവും ഇഷ്ടവും സ്നേഹവും മഹബത്തും ആയിരിക്കും. വമാ റഅ അഹദുഹുമാ സ്വാഹിബഹു ഖത്തു, മുമ്പ് കണ്ടിട്ടൊന്നുമില്ല, അവരാദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ആ ഒറ്റ യാത്രയിൽ, ഒറ്റ ദിവസത്തെ യാത്രയിൽ കാണുമ്പോഴേക്ക് അവർക്ക് എന്തോ ഒരു പരസ്പര യോജിപ്പും ഇഷ്ടവും ഒക്കെ കാണും. വറുവിയ അന്നമ്രഅത്തൻ ബി മക്കത്ത, മക്കയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. കാനത്ത് തുളുഹിക്കുൻ നിസാ, എല്ലാരെയും പെണ്ണുങ്ങളുടെ ഇടയിൽ എല്ലാരെയും തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന പെണ്ണായിരുന്നു. കാനത്ത് ബിൽ മദീനത്തി ഉഖ്റ, മദീനയിൽ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു പെണ്ണ്. നസലത്തിൽ മക്കിയത്തു അൽ മദനീയത്ത്, ഈ മക്കയിലെ ഈ പെണ്ണുങ്ങൾ മദീനത്ത് വന്നു. അങ്ങനെ ഈ പെണ്ണുങ്ങൾ എടുത്തു വന്നു, ആരെടുത്ത്? ഈ മദീനത്തുള്ള ഫദഖലത്ത് അല ആയിഷത്ത റളിയല്ലാഹു അൻഹ ഫഅദ്ഹഖത്ഹ, അങ്ങനെ അവർ മദീനത്ത് വന്നു. ആയിഷ ബീവിന്റെ അടുക്കൽ വന്നപ്പോൾ ആയിഷ ബീവിയോട് സംസാരിച്ചു. ആയിഷ ബീവി സംസാരിച്ചു, ആയിഷ ബീവിയെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഫഖാലത്ത് അയിന നസൽത്തി, നിങ്ങൾ മക്കത്തുനിന്ന് വന്നിട്ട് എവിടെ താമസിച്ചത്? അത് അക്കറത്തിലഹ സ്വാഹിബത്തഹ, പറഞ്ഞു ഇന്ന പെണ്ണുങ്ങളെ രക്തായിരുന്നു. ഫഖാലത്ത് സ്വദഖല്ലാഹു റസൂലു, അള്ളാഹു റസൂലും പഠിപ്പിച്ച വളരെ ശരിയാട്ടോ. എന്താ? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അർവാഹു ജുനൂദും മുജന്നദ, ഈ ആത്മാവ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ആ ഒരു എന്താ പറയാ, ചേർത്തു വെക്കപ്പെട്ട അല്ലെങ്കിൽ ഒന്നിച്ചു ചേർന്ന ഒരു പട തന്നെയാണ്, ഒരു സൈന്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. നീയും അവളും തന്നെ മേച്ചായി, അവിടെ തന്നെ നീ എത്തിപ്പെട്ടത് എന്ന് ആയിഷ ബീവി കൗതുകത്തോടുകൂടെ പറഞ്ഞു. വൽ ഹഖു ഫീ ഹാദാ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അന്നൽ മുശാഹദത്ത വ തജ്രിബത്ത തഷ്ഹദു ലിൽ ഇത്തിലാഫി ഇൻദ തനാസുബ്, നമ്മൾ കാണുന്ന ഈ മുഷാഹദത്ത്, നമ്മൾ കാണുന്ന ഈ അവസ്ഥ, തജ്രീബത്ത, നമ്മൾ ഈ എക്സ്പീരിയൻസ്, ഈ അനുഭവം, തഷ്ഹദു ലിൽ ഇത്തിലാഫി ഇൻദ തനാസുബ്, അത് ഉള്ളിൽ യോജിപ്പുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് മാത്രമാണ്. ഇതല്ല സത്യം. ഇതിന്റെ ഉള്ളിൽ മറ്റെന്തോ ഒരു സാധനം ഉണ്ട്, ആ ഒരു തനാസുബ് ഉണ്ട്, ഒരു മാച്ചിങ്, ഒരു തമ്മിലൊരു യോജിപ്പ്. والتناسب في الطباع في الطباع والأخلاق باطنا وظاهرا أمر مفهوم. ഈ സ്വഭാവത്തിലുള്ള ഈ യോജിപ്പ് എന്ന് പറയുന്നത് അത് പുറത്തായാലും ഉള്ളിലായാലും നമുക്കൊക്കെ മനസ്സിലാകും. അപ്പൊ അമ്മൽ അസ്ബാബുല്ലത്തി ഔജബത്തിൽ കൽ മുനാസബത്ത, ആ മുനാസബത്ത് ഉണ്ടാക്കിയ വേറൊരു സാധനം ഉണ്ട് അതിന്റെ ഉള്ളിലുള്ള ഫലൈസഫി കൂവത്തിൽ ബശരി അല്ലിത്തുലാവാലയ, അത് കാണാൻ കഴിയില്ല, അത് നമുക്ക് മനുഷ്യന് കണ്ടെത്താൻ പറ്റുന്നതല്ല. വഗായത്തു ഹാദൈനി വഗായത്തു ഹദയാനിൽ മുനജ്ജിമി അൻ യഖൂല, ഈ നമ്മളെ ജ്യോത്സ്യന്മാർക്കൊക്കെ പരമാവധി പറയാവുന്നത് എന്താ ഈ വായിട്ടടിക്കുന്നതിന്റെ പരമാവധി, ഇതാക്കാന ത്വാലിഉഹു അലാ തസ്ദീസി ത്വാലിൻ ഗൈരിഹി ത്വാലി ഗൈരിഹി ഔ തസ്ലീസിഹി, അവൻ പറയുന്നത് അതിന്റെ ഒരു ഈ മറ്റോൻ കൊണ്ടു കൊടുക്കുന്നതിന്റെ ഒരു 6-1 3-1 ആണ് അവൻ പറയുന്നതൊക്കെ. ഫഹാദാ നദുറുൽ മുവാഫഖത്തി വൽ മവദ്ദത്തി, ഇതാണ് എന്ത് മുവാഫഖത്ത് മവദ്ദത്ത് എന്ന് പറയുന്ന സാധനത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതാണ്. ഫതഖ്തളി തനാസുബ വത്തവാദ്ദ, ഇത് ഉള്ളിലുണ്ടായാൽ ഈ ജ്യോത്സ്യന് പറയാൻ പറ്റാത്ത, സാധാരണ ഒരു മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത ഇതിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ട്, അത് ഒരു മഹാസംഭവമാണ്. അതാണ് എന്തുണ്ടാക്കുന്നത്? തനാസുബ് തവാദ് ഉണ്ടാക്കുന്നത്. അപ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു ഐസി ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു CD സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹാർഡ് ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹാർഡ് ഡിസ്ക് തമ്മിൽ യോജിക്കുന്നത് കൊണ്ടാണ് സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്ത് കാണുമ്പോൾ ഭയങ്കര സ്നേഹവും മവദ്ദത്തും ഇതൊക്കെ ഉണ്ടാകുന്നത് അവിടെ നിന്ന് ഉണ്ടാകുന്നത്. ഇതാക്കാൻ അല മുഖാബലത്തിഹി ഔ തർബീഇഹി ഇഖ്തല തബാഉല വൽ അദാവത്ത, ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായാൽ, നെഗറ്റീവും പോസിറ്റീവും ആയാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വെറുപ്പായിരിക്കും. ആരെ ഒന്നും ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റൂല, എന്ത് ചെയ്ത് നോക്കിയാലും അതിനൊരു പ്രയാസം പിന്നെ ഉണ്ടാകുക. അവിടെ ഉണ്ടാകുക തബാവുലാണ്, അദാവത്താണ്, ഭയങ്കര ശത്രുത ഉണ്ടാകും, ഭയങ്കര വിരോധം ഉണ്ടാകും. ഫഹാദാ ലൗ സദഖ ബികൗനിഹി കദാലിക ഫീ മജാരി സുന്നത്തില്ലാഹി ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി,
സത്യത്തിൽ അള്ളാഹു ആകാശഭൂമിയെ പടക്കുന്നതിലെ ആ മജാരി, അതിന്റെ ആ ചാനൽ, അത് ഇങ്ങനെയാണെങ്കിൽ ലം യുക്സഫു സിർറുഹൂലിൽ ബശരി, അതൊരിക്കലും അതിന്റെ സീക്രട്ട് മനുഷ്യന് കിട്ടൂല. ഫമാ ഊത്തീന മിനൽ ഇൽമി ഇല്ലാ ഖലീല. അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോകണ്ട. അത് അതിന്റെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോയാൽ അവിടത്തേക്ക് എത്തിപ്പെടാൻ പറ്റൂല. യക്ഫീന ഫി തസ്ദീഖ് ബിദാലിക, ഇതില് നമ്മൾ എന്ത് ചെയ്താൽ മതി? അത്തജ്രിബത്തു വൽ മുശാഹദത്തു, കണ്ടാ മതി. ഒരു തമ്മിൽ യോജിപ്പുണ്ട്, അത് കണ്ടാൽ അതും മതി. ഫഖദ് വറദൽ ഖബറു ബിഹി, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞതാണ്, ലൗ അന്ന മുഅ്മിനൻ ദഖല ഇലാ മജ്ലിസിൻ ഫീഹി മിഅത്തു മുനാഫിഖിൻ, ഒരു മൂമിൻ ഒരു സദസ്സിൽ ചെന്നു, ആ സദസ്സിൽ 100 മുനാഫിഖുണ്ട്. ആ മൂമിനും ആയത് ഒറ്റ മൂമിനേ ഉള്ളൂ. എന്നാൽ ലജാ, അയാൾ അവിടെ തന്നെ അയാളെടുത്ത് പോയിരിക്കും. അത്ത എജിലിസയിലേ, ആ മൂമിന്റെ അടുത്ത് തന്നെ അയാൾ പോയിരിക്കും. എന്നാലേ അയാൾക്ക് ഒരു സുഖം കിട്ടും. എന്നല്ലോ വലവ് എന്ന മുനാഫിഖൻ ദഖല ഇലാ മജ്ലിസിൻ ഫീഹി മിഅത്തു മുഅ്മിൻ, ഒരു മുനാഫിഖ് ഒരു സദസ്സിൽ കടന്നു വന്നു, അവിടെ 100 മുഅ്മിനീങ്ങളുണ്ട്, ഒരു മുനാഫിഖാ ഉള്ളത്. മുനാഫിഖും വാഹിദും ലജാ, അവൻ അവന്റെ അടുത്താ പോയിരിക്കും. ഹത്ത എജിലിസയിലേഹി, ആ മുനാഫിഖിന്റെ അടുത്ത്. വഹാദ യദുല്ലു അലാ അന്ന ശബഹ ശൈഇ, പരസ്പരമുള്ള മാച്ചിങ്, പരസ്പരമുള്ള ഈ യോജിപ്പ്, മുൻജദിബുൻ ഇലൈഹി ബിത്വബഇ, പ്രകൃതം കൊണ്ട് ഒരു ആകർഷണീയത. ഐങ്കാനഹുവല യശ്ഉറു, സത്യത്തിൽ അവനത് പരസ്പരം അറിഞ്ഞിട്ടൊന്നും അല്ലെങ്കിലും ആ യോജിപ്പ് ശരിക്കും കാണാം. അവരുടെ എല്ലാ ഇഷ്ടങ്ങളിലും അത് ശരിക്കും എന്ത് ചെയ്യാം, പരസ്പരം കാണാൻ പറ്റും. വക്കാന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു യഖൂലു, ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്, ലാ യത്തഫിഖു ഇസ്നാനി ഫീ അശ്റത്തിൻ, രണ്ടാള് യോജിക്കൂല, ഫി അശ്റത്തിൻ 10 കാര്യങ്ങൾ, ഇല്ല ഫി അഹദിഹിമാ വസ്ഫും മിനൽ ആഖരി, മറ്റൊരാളടുത്തുനിന്ന് ഇതിന്റെ ഒരു വസ്ഫ് ഉണ്ടായിട്ടല്ലാതെ. വൈന്ന അജ്നാസന്നാസിക്ക അജ്നാസി ത്വയ്രി, മനുഷ്യന്മാരുടെ ഐറ്റംസ് പക്ഷികളുടെ ഐറ്റംസ് പോലെയാണ്. വല യത്തഫിഖു നൗആനി മിന ത്വയ്രി, പക്ഷികളിൽ നിന്ന് രണ്ട് ഐറ്റംസ് യോജിക്കൂല, ഫി ത്വയറാനി, പറക്കുന്നതിൽ, ഇല്ല വ ബൈനഹുമാ മുനാസബത്ത്, അത് രണ്ടിന്റെ ഇടയിൽ ഒരു യോജിപ്പുണ്ടാവും. അവര് പറക്കുന്നതിൽ വരെ ആ യോജിപ്പുണ്ടാകും. പക്ഷികൾ പറക്കുന്നതിന് കൊള്ളക്കർസുകൾ, പക്ഷി നിരീക്ഷകന്മാരുടെ ഇതൊക്കെ വായിച്ചാൽ ഈ പറഞ്ഞ വളരെ റെഡിയാണെന്ന് തോന്നും. കാല ഫറഅ യൗമൻ ഉറാവൻ, എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു ദിവസം ഒരു കാക്കയെ കണ്ടു. മാ ഹമാമത്തിൻ, പ്രാവിന്റെ കൂടെ. ഫഅജിബ മിൻ ദാലിക, ഭയങ്കര കൗതുകം. ഫഖാല ഇത്തഫഖാ വലൈസാ മിൻ ശക്ലിൻ വാഹിദ്, സംഗതി ഒന്ന് കാക്കയാണ് ഒന്ന് പ്രാവാണ്, പക്ഷെ രണ്ടാളും തമ്മിൽ എന്തോ ഒരു യോജിപ്പ്. സുമ്മ ത്വാറ, രണ്ടാൾ ഒന്നിച്ചു പറഞ്ഞു. ഫൈദാഹുമാ അയറജാൻ, നോക്കുമ്പോൾ അത് രണ്ടും മുടന്തുള്ളതാണ്. ഫഖാല മിൻ ഹാഹുനത്ത്, അതായിരിക്കും കേട്ടോ ആ തമ്മിലുള്ള യോജിപ്പ്. വലിദാലിക ഖാല ബഅദുൽ ഹുക്കമായി, ചില ആ, ഈ തത്വശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞത് കാണാം, കുല്ലു ഇൻസാനിൻ യഅ്നസു ഇലാ ശക്ലിഹി കമാ അന്ന കുല്ല ത്വയ്രിൻ യത്വീറു മാ ജിൻസിഹി, പക്ഷി അതിനോടും മാച്ച് ചെയ്യുന്നതുമായിട്ട് ഒക്കുന്ന് പറയുന്നത് പോലെ തന്നെ, അതുമായിട്ട് യോജിച്ചു പോകും എന്ന് പറയുന്നത് പോലെ തന്നെ, മനുഷ്യനും അവന്റെ ആ ശെക്കിലുള്ളതിനോടൊന്നിച്ച് കിട്ടിയ ഒരു സുഖ, ഒരു യഗ്നസ്, ഒരു സുഖം ഉണ്ട് അവിടെ, ഒരു എന്താ പറയാ, ഒരു എൻജോയിങ്, ഒരു ആസ്വാദനം. വൈസ്ത്വഹബ വൈദസ്ത്വഹബ ഇസ്നാനി ബുർഹത്ത സമാനിൻ വലം യതശാക്കല ഫിൽ ഹാലി ഫലാ ബുദ്ദ അൻ യഫ്തരിഖ, ഈ യോജിപ്പില്ലാത്തവര് എത്ര കാലം ഒന്നിച്ചു കഴിഞ്ഞാലും ഒരു പിരിയാതെ പറ്റുമോ? വഹാദാ മാനൻ ഖഫിയുൻ തുഫ്തിനു ലഹു ശുഅറാഉ ഹത്താ ഖാല ഖായിലുൻ, ഇതൊരു ഒരു ഒരു സസൂക്ഷ്മം പറയേണ്ട ഒരു ആശയാണ്. ചില ഭയങ്കര ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ അതിനിപുണന്മാരായ ചില കവികളൊക്കെ അവരുടെ കവിതകളിൽ ഇത് വിവരിച്ചത് കാണാം. വഖായിലിൻ കൈഫ തഫാറഖ്തുമാ ഫഖുൽതു ഖൗലൻ ഫീഹി ഇൻസാഫു ലം യക്കു മിൻ ശക്ലി ഫഫാറഖ്തുഹു വന്നാസു അഷ്കൽ അൽ വന്നാസു അഷ്കാലു വൽ ഉല്ലാഫു. അവിടെ പറയുന്ന പ്രയോഗം, നിങ്ങൾ എങ്ങനെയാ പിരിഞ്ഞ്, നിങ്ങൾ ഒരുപാട് കാലം ഒന്നിച്ചു കഴിഞ്ഞവരാണല്ലോ എന്ന് ചിലര് ചോദിക്കും. ഒരു കവി മറ്റൊരാളുമായി ഒന്നിച്ച് കുറെ കാലം ജീവിച്ച് പിരിഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോ അയാളെ മറുപടിയാണ്, അതെങ്ങനെ ഒക്കാനാ, ഞങ്ങള് സംഗതി പറയാ എല്ലാരും കുറച്ചു കാലം ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളെ ശെക്കിൽ ഒന്നിക്കുന്നതല്ല, അത് ഒന്നിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞേ പറ്റൂ.
എന്നാണ് അതിന്റെ മറുപടി. അപ്പൊ അത് ചില കവികളുടെയൊക്കെ വിവരണത്തിൽ ഇത് കാണാം. ഫഖദ് ലഹറ മിൻ ഹാദ, ഇപ്പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് അന്നൽ ഇൻസാന ഖദ് യുഹിബ്ബു ലിദാത്തിഹി ലാ ലിഫായിദത്തിൻ തുനാലു മിൻഹു. മനുഷ്യൻ ഒരാൾ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടല്ല, അയാളെ ഇഷ്ടപ്പെട്ടിട്ടല്ല, അയാളിൽ നിന്നൊരു ഫായിദ കിട്ടാനല്ല. ഫി ഹാലിൻ ഔ മഹാലിൻ, ഇപ്പോഴോ നാളെയോ അയാളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, പക്ഷെ ഇഷ്ടം. ബൽ ലി മുജറദിൽ മുജാനസത്തി വൽ മുനാസബത്തി ഫി ത്വിബായിൽ ബാത്തിനത്തി വൽ അഖ്ലാഖിൽ ഖഫിയ്യത്തി. അവിടെ സംഭവിക്കുന്ന യോജിപ്പ് എന്ന് പറയുന്നത് ഒരു ആന്തരികമായി ഉള്ള പ്രവണതകളിൽ, അവരുടെ പ്രകൃതങ്ങളിൽ ഉള്ള യോജിപ്പ്, അവരുടെ അസ്വാഭാവികമായിട്ട് സ്വഭാവത്തിന് അധിഷ്ഠിതമല്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത സ്വഭാവം, ആ സ്വഭാവത്തിലുള്ള യോജിപ്പാണ് എന്ത് ചെയ്യുന്നത്, അവരെ പരസ്പരം യോജിപ്പിക്കുന്നത്. യദ്ഖുലു ഫി ഹാദൽ ഖിസ്മി, ഇതിൽ വരുന്നതാണ് അൽ ഹുബ്ബു ലിൽ ജമാലി, ഭംഗി ഉണ്ടായാൽ ഒരാളോട് ഇഷ്ടം തോന്നാം. ഇദാ ലം യക്കുനിൽ മഖ്സൂദു ഖളാ ശഹ്വതി, വേറെ ഒരു വികാര നിർവഹണമൊന്നും അവിടെ ഉദ്ദേശ്യമൊന്നുമില്ല, ഭംഗിയുണ്ട്, അയാളും കാണുക, അതൊരു സുഖാണ്. ഫൈന സൂറൽ ജമീലത്ത മുസ്തലദ്ദുൻ ഫി ഐനിഹ, ഭംഗിയുള്ള ഒരു രൂപം എന്ന് പറയുന്നത് കാണാൻ ഒരു രസമാണ്. വൈൻ ഖദ്ദറ ഫഖദ് ഫഖദ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, അങ്ങനെയുള്ള വൈൻ ഫഖദ ഇൻ ഖദ്ദറ ഫഖദ അസുല ശഹ്വതി ഹത്താ യസ്തലിദു നദറു ഇലൽ ഫവാക്കിഹി വൽ അൻവാരി വൽ അസ്ഹാരി വത്തുഫാഹി അൽ അൽ മുഷ്റബി ബിൽ ഹുംറത്തി, നല്ല ചുവന്ന ആപ്പിള്, പൂവ്, അതുപോലെ പിന്നെ നല്ല ലൈറ്റ് ഫ്രൂട്ട്, ഇതിലേക്കൊക്കെ നോക്കുന്നതിൽ സ്ലോ ആയതാണ് സിസ്റ്റം. നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇപ്പോൾ വരുന്നു. അപ്പോ ഇതില് ഒരു ഭംഗിയുള്ള സാധനം, ഇത്തരം സാധനം എന്ത് കാണുമ്പോഴും ഒരു സുഖം ഉണ്ടാകും. വൈലൽ മാ ഇൽ ജാരി, നല്ല വെള്ളം കണ്ടാൽ ഒരു സുഖം. വൽ ഖുദറത്തി മിൻ ഗൈരി ഗറളിൻ സിവ ഐനിഹ, നല്ല പച്ചപ്പ്, ഒരു വയലോ അതുപോലുള്ള ഒരു തോട്ടോ ഒക്കെ പോയാൽ നല്ല പച്ച ഇതിങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. വഹാദൽ ഹുബ്ബുല യദ്ഖുലു ഫീഹി അൽ ഹുബ്ബു ഫില്ലാഹ്, ഈ പറയുന്ന സുഖത്തിൽ അൽ ഹുബ്ബു ഫില്ല ഇല്ല. ബൽ ഹുവ ഹുബ്ബും ബിത്വബഇ വശഹ്വത്തിൻ നഫ്സി, അതൊരു പ്രകൃതമായി ഉണ്ടാകുന്നതാണ്, അതൊരു ശരീരത്തിന്റെ ഒരു വൈകാരികത മാത്രമാണ്. വയതസവ്വറു മിമ്മൻ ലാ യുഅ്മിനു ബില്ലാഹ്, ഇതെല്ലാവർക്കും ഉണ്ടാകും. അതായത് ഈ പറയാൻ പോകുന്ന ഒരു വിഷയം രണ്ടാമത്തെ ഖിസ്മും അടുത്ത ഖിസ്മും കൂടെ പറയുമ്പോൾ അത് മനസ്സിലാവും. നമുക്ക് എന്ത് കാണുമ്പോഴും സൃഷ്ടാവിനെ കാണാൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ. അല്ലെങ്കിൽ വേഗം രസം നഷ്ടപ്പെടും. കുറച്ച് ദിവസം കാണുമ്പോൾ ആ സുഖം പോകും. കുറച്ച് ദിവസം ഇപ്പോ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ എന്തൊരു അനുഭവം പറയുമ്പോൾ പറഞ്ഞു, കുറേ സ്ഥലത്തുനിന്ന് അവിടത്തേക്ക് ആൾക്കാർ വണ്ടിയൊക്കെ പിടിച്ച് ടൂർ ആയിട്ടൊക്കെ വരുന്ന സ്ഥലം. പക്ഷെ ഇയാളെ അയൽവാസി, അയാൾക്കൊരു സുഖമില്ല കാണാൻ. കാരണം ഇയാളെല്ലാം കണ്ടപ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷനായി. അതേസമയത്ത് ഇയാൾ കാണാൻ പോകും എവിടെ,
ആ വരുന്ന ആൾക്കാരുടെ അടുത്തുള്ള വേറൊരു സ്ഥലത്ത് ഇയാൾ അങ്ങോട്ട് കാണാൻ പോകും. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഹുബ്ബാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ആളെ കാണാത്തത് കൊണ്ട്. ഇതിന്റെ പിന്നിലുള്ള ആളെയും കൂടി കാണാൻ പറ്റുമ്പോഴാണ് ഇതിന്റെ വലുപ്പം മനസ്സിലാകുന്നത്. അപ്പൊ അതിന് സുഖം നഷ്ടപ്പെടൂല. അതിന്റെ സുഖം ഒരു കാലത്തും തീർന്നു പോകും. അപ്പൊ ആ സുഖം ഉണ്ടാകണം. ഈ സുഖം എന്തല്ല, ഇത് വലിയ സുഖമൊന്നുമല്ല. അതുകൊണ്ട് ഇത് വേഗം ഔട്ട് ഓഫ് ഫാഷൻ ആവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇനി സുഖം കിട്ടൂല. ഇത് വെറും തൊബയാണ്. ഈ തൊബയിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് ദുനിയാവിന്റെ ആൾക്കാരായിട്ടുള്ള പലർക്കും ജീവിതത്തിൽ സുഖം കിട്ടാതെ പോയി പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് സുഖം കിട്ടണമെങ്കിൽ എന്തു വേണം? ഇതിന്റെ പിന്നിലുള്ള ആളെയും കൂടി അറിയാം. ഇതിൽ വെറും ഹബ്ബും ഇതിലുള്ള ആ സ്വാഭാവികമായി ഉണ്ടാകുന്നത് മാത്രമാണ്. ഇല്ല അന്നഹു ഇനിത്തസ്വല ബിഹി വറദും മദ്മൂമൻ സ്വാറ മദ്മൂമൻ. ഇതിന്റെ പിന്നില് ഒരു മോശമായ ലക്ഷ്യം കൂടി ഉണ്ടെങ്കിൽ ഇത് വെറും എന്താണ്? മദ്മൂമാണ്, ആക്ഷേപാർഹമാണ്. കഹുബി സൂറത്തിൽ ജമീലത്തി ഖലായി സഹ്വത്തി ഹൈസുല യഹില്ലു ഖലാഉഹ. ഒരു ഭംഗിയുള്ള ഒരു പെണ്ണിനെ നോക്കുന്നു. പെണ്ണിനെ നോക്കുന്ന സമയത്ത് അവന്റെ ലക്ഷ്യം എന്താണ്? അവന്റെ വികാര നിർവഹണമാണ് അവന്റെ ലക്ഷ്യം. അപ്പൊ അത് മോശമാണ്. അതായത് ഭംഗിയുള്ള പെണ്ണിനെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെയാണ് ആസ്വദിക്കണമെന്ന് ചിന്തിക്കുന്നത്. അത് ആ സുഖാസ്വാദനത്തിൽ ഒരു കൂലിയും ഇല്ല, ഒരു പ്രതിഫലവും ഇല്ല, മോശമാണ്. വൈല്ലം യത്തസുലബിഹി വറദുൻ മദ്മൂമൻ. പ്രത്യേകമായിട്ട് മോശമായ ലക്ഷ്യമൊന്നുമില്ല, ഒരു സുഖം എന്ന് മാത്രമാണ്. ഫഹുവ മുബാഹുൻ, അത് ഹലാലാണ്. ലാ യൂസഫ് ബി ഹംദിൻ, അതൊരു മഹ്മൂദ് എന്നൊന്നും പറയാനില്ല. വലദമ്മിൻ, ആക്ഷേപിക്കാനും ഇല്ല. കാരണം അങ്ങനെ ഒരു സുഖം ഉണ്ടാകാൻ പാടില്ല എന്നില്ലല്ലോ. ഇതിൽ ഹുബ്ബു ഇമ്മാ മഹ്മൂദുൻ വ ഇമ്മാ മദ്മൂമുൻ വ ഇമ്മാ മുബാഹുൻ ലാ യുഹ്മദു വലാ യുദമ്മു. ഒരു ഹുബ്ബ് എന്ന് പറയുന്നത് ചിലപ്പോൾ മഹ്മൂദ് ആയിരിക്കും, സ്തുത്യർഹമായിരിക്കും, ചിലപ്പോൾ മദ്മൂമിൻ ആക്ഷേപാർഹമായിരിക്കും, ചിലപ്പോൾ ഹലാലായിരിക്കും. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ ബുദ്ധിമാന്മാരായ ആൾക്കാരുടെ ഹുബ്ബ് ഇൻഷാ അല്ലാഹ് അത് ഇതിന്റെ ശേഷം അടുത്ത ഭാഗത്ത് പറയുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പ്രകൃതിയാ ഒന്നിനോട് ഇഷ്ടം തോന്നുക, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് വ്യക്തികളോടുണ്ട്, വസ്തുക്കളോടുണ്ട്, ഇതെല്ലാം ഉണ്ട് എന്നതാണ് ഇതിന്റെ രത്ന ചുരുക്കം. ഇൻഷാ അല്ലാഹ് അതില് സ്തുത്യർഹമായത് ഏത്, ബുദ്ധിമാന്മാരുടെ ഹുബ്ബ് ഏത് എന്നതാണ് ശേഷം ചർച്ച ചെയ്യുന്നത്. അതില് ഒരു ഭാഗം സലിമാമ് എന്ത് പറഞ്ഞു വെച്ചു? പിന്നെ ഇതിന്റെ പിന്നിൽ വേറൊരു സിറും മക്നൂനുണ്ട്. അതായത് മനുഷ്യന്മാരെല്ലാവർക്കും എല്ലാവരോടും തോന്നുന്നില്ലല്ലോ, എല്ലാവർക്കും എല്ലാവരോടും തോന്നുന്നില്ല. അപ്പോ അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു സാധനം സിറുണ്ട്. ആ സിറുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്തിനാ? വലിയൊരു ഉപകാരം. എന്താന്ന് പറഞ്ഞാൽ ഒരാളോട് ഒരു യോജിപ്പ് തോന്നില്ലെങ്കിൽ ഏതായാലും പടച്ചോന്റെ ഉള്ളിൽ, ഇതിന്റെ പിന്നിൽ പടച്ചോന്റെ ഒരു സീക്രട്ട് സ്പേസ് ഉണ്ട്, ഒരു സ്വകാര്യമായ ഒരു ഇടമുണ്ട്. അത് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ പിന്നാലെ പോകണമെന്നില്ല എന്നെങ്കിലും ചിന്തിക്കാം. എന്ത് വേണ്ടതില്ല, അതിനിങ്ങനെ എനിക്കോനോടൊരു ഇഷ്ടമില്ലാണ്ടായി ഇപ്പൊ അതും പറഞ്ഞ അസ്വസ്ഥതപ്പെടുകയൊന്നും വേണ്ട. അള്ളാഹുവിന്റെ ഖിൽഖത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് അൽ ഖിസ്മുസാനി കുറച്ചു ഭാഗം പറയാതെ. ആ കുറച്ച് ഇപ്പൊ കയറിയ ആൾക്കാർക്കും കുറച്ച് ഉപകാരപ്പെടും. നമ്മളെ സദസ്സിൽ കുറെ അഹ്ബാബ് നമ്മൾ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ പലപ്പോഴും ഓൺലൈനായിട്ട് കയറുന്ന നമ്മൾ ഒരു ഹാപ്പി സോണിന്റെ ഒരു സെഷൻ തന്നെ 2 ദിവസം ഇവിടെ വെച്ച് നടക്കുകയാണ്, മലപ്പുറത്ത് വെച്ച്. ഇന്ന് മലപ്പുറത്ത് വെച്ച് യാദൃശികമായാണ് ഒരു മുന്നൊരുക്കില്ലാതെയാണ് ഡിവൈസ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്ക്രീനോ മറ്റോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി പറയാം. അൽ ഖിസ്മുസാനി, രണ്ടാമത്തെ ഖിസ്മ ഏതാ അറിയോ? ഹുബിന്റെ രണ്ടാമത്തെ ഖിസ്മ ഒരാളെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടുന്നത് എന്തിനാണ്? ദാത്തല്ലാത്ത മറ്റൊരു ലക്ഷ്യമുണ്ട്. അയാളെ ആ സൂറത്ത് മാത്രമല്ല ലക്ഷ്യം. പിന്നെ ഫയക്കൂനു വസീലത്തൻ ഇലാ മഹ്ബൂബിൻ ഗൈരിഹി, മറ്റൊരു മഹബൂബിലേക്ക് എത്താനുള്ള വഴിയാണ്. വൽ വസീലത്തു ഇലൽ മഹബൂബി മഹ്ബൂബൻ, മഹബൂബിലേക്കുള്ള വസീലയും മഹ്ബൂബാണ്. അള്ളാഹു പടച്ച എല്ലാ പടപ്പിന്റെയും സ്വഭാവം അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി
തബ്ദീല. അള്ളാഹുവിന്റെ ആ ഒരു റൂട്ട് നിങ്ങൾ വേറൊരു പകരമൊന്നും നോക്കണ്ട. അത് വെറും ഫൗളാണ്. അതിന് പകരം ശ്രമിക്കുക. മറിച്ച് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ആ സിറ് മനസ്സിലാക്കലാണ് ഏറ്റവും നല്ലത്. എന്താ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ ദാത്ത് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് അതൊരു മൗഢ്യമാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ ദാത്ത് എന്ന് പറയുന്നത് മാറ്ററിന്റെ അപ്പുറമുള്ളതാണ്. മാറ്ററിന്റെ അപ്പുറമുള്ളത്, മാറ്റർ എന്ന് പറഞ്ഞാൽ നീളം, വീതി, ആയം, ഇങ്ങനെ ഉള്ള കാലം, ഈ അളവുകോലിന് വിധേയമാകുന്നതാണ് മാറ്റർ. അതിന്റെ അപ്പുറം എന്നുള്ളത് കാലം ഇല്ലാത്ത. കാലം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായതാ? ഇപ്പോ സൂര്യൻ ഉണ്ടായി, സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അങ്ങനെയാണ് ഇന്ന്, ഇന്നലെ, നാളെ. കാലം ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മളെ മനസ്സിൽ. അപ്പൊ ഇതുണ്ടാകുന്നതിന്റെ മുമ്പുള്ള അള്ളാഹ്ക്ക് കാലം ഉണ്ടാകാൻ പാടില്ല, കാലം ഉണ്ടാകാൻ പാടില്ല. പിന്നെ മാറ്റർ, അതായത് ഒന്നുകിൽ സ്പേസ്, അന്തരീക്ഷമാണെങ്കിൽ പോലും അത് സ്പേസ് ആണ്. അപ്പൊ ഈ മാറ്ററിന് വിധേയപ്പെടുന്നതേ നമ്മുടെ ബുദ്ധിയിൽ തസവ്വുർ ആകുന്നുള്ളൂ. എങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ അള്ളാഹുവിന്റെ ദാത്ത് തസവ്വുർ ആകാതിരിക്കലാണ് അള്ളാഹുവിന്റെ പൂർണ്ണത. സൃഷ്ടാവ് എന്ന് നമ്മൾ പറയുന്നത് ആരോ, ആ സൃഷ്ടാവ്, ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവ് ഇതിന്റെ പുറത്തുള്ളവനാണെങ്കിൽ അള്ളാഹുവിന്റെ ദാത്ത് നമ്മളിൽ എന്ത് ചെയ്യാൻ പാടില്ല? തസവ്വുറാകാൻ, രൂപപ്പെടാൻ, മനസ്സിൽ രൂപപ്പെടുത്താൻ കഴിയുക എന്നത് നെഗറ്റീവാണ്. കഴിയാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൽ പോസിറ്റീവ്, അള്ളാഹുവിൽ ശരിക്കുള്ള വശാതാണ്. എങ്കിൽ ആ അള്ളാഹുവിന്റെ ജമാലിയത്ത് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്? മനുഷ്യൻ അപ്രാപ്യാണ്. പിന്നെ അത് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ ജമാലിയത്ത് മനസ്സിലാക്കുക. ഏത് ജമാലിയത്ത് കാണുമ്പോഴും ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് അതിനെ ചേർത്തി മനസ്സിലാക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖമാണ് മനുഷ്യന്റെ യഥാർത്ഥ സുഖം. ഒരാൾക്ക് സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര സുഖം ഉണ്ടാകും. അതിൽ അയാൾ രമിച്ച് കിടക്കുകയാണെങ്കിൽ ആ കുഞ്ഞു മരിച്ചു പോകും. അല്ലെങ്കിൽ ആ കുഞ്ഞു വലുതായി പോയാൽ പിന്നെ കുഞ്ഞില്ല, പിന്നെ സുഖം കിട്ടൂല. അതുകൊണ്ടാ പലർക്കും മക്കൾ വലുതാവുമ്പോൾ പിന്നെ മക്കളോട് സുഖം കിട്ടാത്ത. എവിടെയാണ് മക്കളെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ചിന്ത എവിടത്തേക്ക് പോകണം? ഒന്നാം ഘട്ട സുഖമൊക്കെ, രണ്ടാം ഘട്ട പടച്ചോനെ ഈ സുഖം പടച്ച റബ്ബ്. അതായത് എല്ലാ മക്കളെ കാണുമ്പോൾ ഈ സുഖം ഇല്ലല്ലോ. എല്ലാ മക്കളെ കാണുമ്പോൾ, സ്വന്തം മക്കളെ കാണുമ്പോൾ സുഖം എന്തിനുണ്ടാവൂല? മറ്റൊരാളെ മക്കളെ കാണുമ്പോൾ അതുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ എന്തോ ഒരു പിന്നിലൊരു നിയമം അവിടെ ഉണ്ട്. ആ നിയമം നമ്മൾ പഠിച്ചതല്ല. ആ നിയമം പഠിച്ചവനാണ് ശരിക്കും സ്രഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ റബ്ബിന്റെ ജമാലിയത്ത് നമുക്ക് കിട്ടാനുള്ള വസീലകളാണ്, മാർഗങ്ങളാണ് അള്ളാഹു വെച്ചത്. അപ്പോ ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മഹാന്മാരെ സ്നേഹിക്കുക എന്നുള്ള ആ വസീല, അതും എന്ത് തന്നെയാണ്? മഹബൂബ് തന്നെയാണ്. മഹബൂബ് റബ്ബാണ്, മഹബൂബ് അടച്ചോനാണ്. എനിക്കിപ്പോ ഞാനൊരു യാത്രയിൽ ഒരു ദിവസം പൈസ ഇല്ലാതെ ബസ് കയറി, പൈസയിൽ നോക്കുമ്പോൾ 5 പൈസ ഇല്ല, മൊബൈലും ഇല്ല. മൊബൈൽ ഉണ്ടെങ്കിൽ അതിലിട്ട് ഗൂഗിൾ പേയിൽ പൈസ ഇല്ല. അപ്പൊ ഇത് നിലക്കും പൈസ കൊടുക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ പഠിച്ചോനെ ഇനി എന്താ ചെയ്യാന്ന് ഇങ്ങനെ തപ്പും വേണ്ട. ഒരു സുഹൃത്ത് എന്നോട് പറയും, നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾ പോക്കറ്റിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ ഇത് പറയുന്നത്, എൻ്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. എനിക്ക് ഭയങ്കര സന്തോഷമായി ആളോട്. ഞാനിങ്ങനെ ഈ ഈ മനുഷ്യനെ പടച്ച റബ്ബ്, ആ മനുഷ്യന്റെ മനസ്സിൽ ഈ ഒരു ധാർമ്മികത പടച്ച റബ്ബ്, ആ റബ്ബിനോടല്ലേ അതിനേക്കാൾ കടപ്പാട് വേണം. ഇതിപ്പോ അയാൾ 100 റുപ്യ കൊടുത്തു, അതിനാണ് എനിക്ക് സന്തോഷം. അതിനേക്കാൾ അക്ബറായ, അതിനേക്കാൾ ബിഗസ്റ്റ് എമൗണ്ട്, അതിനേക്കാൾ വലിയ ഒരു തുക എനിക്ക് വേണ്ടി പലപ്പോഴും എനിക്കെല്ലാം തന്ന ഒരാളോട് ഇതിനേക്കാൾ ശുക്ർ വേണ്ടേ? ആ ശുക്ർ എന്ന് പറയുന്ന സാധനം, അതാണ് എന്ത്, ഒരു കുട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തിന്റെ അപ്പുറം പെട്ടെന്ന് എവിടത്തേക്ക് പോകണം? ആ ഈ കുട്ടിയോ കാണുമ്പോഴുള്ള സന്തോഷവും തന്ന റബ്ബിനെ കുറിച്ച് ഒരു സന്തോഷം നമുക്ക് തോന്നുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ അത് ശരിക്കും ഒരു ബുദ്ധിമാനാകുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ അവൻ കുടുങ്ങി, അത് പോയി പോകും, എല്ലാ സുഖവും പോയി. സുഖം നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗം. അപ്പോ വൽ വസീദത്തു ഇലൽ മഹബൂബി മഹബൂബ്, ആ മഹബൂബിനോട് സ്നേഹം തോന്നുന്ന മഹബൂബായിരിക്കും. വമാ യുഹിബ്ബു ലി ഗൈരിഹി കാന ദാലിക്കൽ ഗൈറു ഹുവൽ മഹബൂബു ബിൽ ഹഖീഖത്തി. ഒരു മറ്റൊരു ശരിക്കും മഹബൂബായ ഒരാൾക്ക് വേണ്ടി ഒരു വസ്തുവിനോട് ഹുബ്ബ് തോന്നുകയാണെങ്കിൽ ഇതാണ് ശരിക്കുള്ള ഹുബ്ബ്. ഇതാണ് ശരിക്കുള്ള ഹുബ്ബ്.
ആസിമായിരിക്കും. അപ്പോ ഒരു ഉസ്താദിനോട് നല്ല ബഹുമാന ശിഷ്യൻ. ക്ലാസ്സാണ്, 20 ആളുള്ള ക്ലാസ്സാണ്. അതിൽ ഈ ഉസ്താദ് കൂട്ടത്തിൽ ഒരാളെ നിർത്തിയിട്ട് പറഞ്ഞു, ഇവനാട്ടോ ലീഡർ, ഞാൻ അന്ന് പുറത്തു പോയിട്ട് വരികയാണ്, 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരൂ, ഇവനോട് ചോദിച്ചിട്ടേ പുറത്തു പോകാവൂ എന്ന് പറഞ്ഞു. അപ്പോ കൂട്ടത്തിലുള്ള 2 ആള്, ഒരു എ ഒരു ബി. എ എന്ത് പറഞ്ഞു, മൂപ്പർക്ക് മൂത്രയിക്കാൻ പോകണം, ഇവനോട് ചോദിക്കും ഞാൻ പോയിക്കോട്ടെ. മറ്റേ ആള് ബി, ഇവൻ ഇത്രയേറെ എന്നെ പോലെ എന്റെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന ആ ഉസ്താദിന്റെ എന്നെ പോലത്തെ ഒരു ശിഷ്യനല്ലേ, ഇവനോട് ഞാൻ ഇപ്പൊ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അത് തൽക്കാലം ചോദിക്കാണ്ട് വന്നാല്, കാരണം ഇവനോട് ഞാൻ എന്ത് ചോദിക്കാനാ. ഇതില് എ ആണോ മഹ്മൂബ്, ബി ആണോ? ബി ആണ്. ഈ എ ആണ് അവിടുത്തെ ഒരു ബുദ്ധിമാൻ. കാരണം അയാളാണ് ശരിക്കും സ്നേഹിക്കുന്നത്. ശരിക്കും സ്നേഹിക്കുന്നവൻ ഉസ്താദിനെ മാത്രമല്ല, ഉസ്താദ് സ്നേഹിക്കാൻ പറഞ്ഞവനൊക്കെ സ്നേഹിക്കും, ഒരു പ്രയാസവും ഇല്ല. ഇതാണ് മൂമിനും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം. മൂമിനിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്യണം, പൊറുക്കലിനെ ചോദിക്കാൻ പറയണോ എന്ന് പറഞ്ഞു. ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾ വരീൻ, അള്ളാന്റെ റസൂലിനോട് പറയണം. എന്നിട്ട് അള്ളാന്റെ റസൂൽ പൊറുക്കലിനെ ചോദിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളും പൊറുക്കലിനെ ചോദിക്കണം അള്ളഹാനോട്, അള്ളാഹുവിനോട് നബിതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ മൂമിനിങ്ങൾക്ക് റെഡിയാണ്. അള്ളാഹു റസൂല് വേഗം മഹബൂബാണ്. അത് അബ്ദുല്ലാഹുബിൻ ഉബയ്യബിൻ സലൂലിനോട് പറഞ്ഞപ്പോ മൂപ്പര മറുപടി എന്താ അറിയാം, ഇത്രയും കാലം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ, ഇതിപ്പോ ഇനി മുഹമ്മദിനും കൂടി സുജൂദ് ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് വയ്യാന്നാ. സത്യത്തിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് യസ്തഗ്ഫിർ ലക്കും എന്നാണ്. ഇതാണ് ബുദ്ധിമാന്മാരുടെ അല്ലാത്തവരുടെ ലക്ഷണം. ഇതാണ് മുഅ്മിന്റെ മുനാഫിഖിന്റെ ലക്ഷണം. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശരിക്കുള്ള ഹുബ്ബ് എവിടെയാ? ആ മഹബൂബിന്റെ വസീലയോട് ഹുബ്ബാണ്, ഒരു ഉസ്താദിനോടുള്ള സ്നേഹമാണ്. ആ ഉസ്താദിന്റെ മക്കളെ ബഹുമാനിക്കുക, അതൊരു സ്നേഹമാണ്. അത് ആദാബൊക്കെ പറയുന്ന ചില സമയത്ത് കാണാം, അവരോട് സ്നേഹം തോന്നുക, അതൊരു ഹുബ്ബ. ദുരുപയോഗം പറ്റുന്നല്ലേ പറയുന്നത്. അതേസമയത്ത് ആ തോന്നുന്നത് എന്താണ്, അതൊരു പോസിറ്റീവാണ്, അതൊരു ഒരു ഇതാണ്. ലാക്കിന്ന ത്വരീഖ ഇലൽ മഹ്ബൂബി മഹ്ബൂബുൻ, ഒരു മഹബൂബിലേക്കുള്ള വഴിയും മഹ്ബൂബാണ്. ഒരു പ്രിയപ്പെട്ടവരിലേക്ക്, പ്രിയപ്പെട്ടതിലേക്കുള്ള വഴിയും അതും പ്രിയപ്പെട്ടതാണ്. വലിദാലിക അഹബ്ബന്നാസു ദഹബ വൽ ഫിദ്ദത വലാ ഗറള ഫീഹിം. മനുഷ്യന്മാർക്ക് സ്വർണത്തോടും വെള്ളിയോടും ഭയങ്കര ഹുബ്ബാണ്. സത്യത്തില് സ്വർണം വെള്ളിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റുപ്പീസ് കൂട്ടിയാൽ മതി, നാണയം, പൈസ. പൈസയോട് ഭയങ്കര ഇഷ്ടം. പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. പൈസ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. പൈസ കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ പൈസ എങ്ങനെ ഉണ്ട്, ഇങ്ങനെ അട്ടിക്കട്ടി വെച്ചിട്ട് വീടുണ്ടാക്കാൻ പറ്റൂല. പൈസ എങ്ങനെ വേവിച്ചിട്ട് തിന്നാൻ പറ്റൂല. പൈസ ഒന്നും നടക്കൂല. പക്ഷെ പൈസ എന്തിനുള്ള വഴിയാണ്? വീടുണ്ടാക്കാൻ മൂപ്പർ ഉണ്ടായ ഉഷാറ, നമ്മളെ ഭക്ഷണം കഴിക്കാൻ മൂപ്പർ ഉണ്ടായ ഉഷാറ, വഴിയാണ് സത്യത്തില് ദഹബും ഫില്ലത്തും ഉപയോഗിച്ചിട്ട്. സത്യത്തിൽ അതുകൊണ്ട് തന്നെ അത് കാരണമായിട്ടുണ്ടാകുന്നല്ലാതെ അതിങ്ങനെ അട്ടി വെച്ചിട്ട് വീടുണ്ടാക്കുവോ, അതിങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിക്കുവോ, അതൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് ഗറളാണ്, അതൊരു ലക്ഷ്യമാണ്, അത് സബബാണ്. ഇത് അത് ധരിക്കാൻ പറ്റൂല, അത് കഴിക്കാൻ പറ്റൂല. വലാകിന്നഹുമ വസീലത്തുൻ ഇലൽ മഹ്ബൂബി ഇലൽ മഹ്ബൂബാത്തി, നമുക്ക് ആവശ്യമുള്ള എല്ലാറ്റിനും മൂപ്പർ കാരണമാണ്. ഫമിനൻ നാസി മൻ യുഹിബ്ബു കമാ യുഹിബ്ബു ദഹബ വൽ ഫിദ്ദത. ഇവിടെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട് ചിലര്, അവര് സ്നേഹിക്കും. ഏതിനെ സ്നേഹിക്കുന്നത് പോലെ? ഈ ദഹബ് ഫില്ലത്തിനെ സ്നേഹിക്കുന്നത് പോലെ. മിൻഹൈസു ഇന്നഹു വസീലത്തു ഇലൽ മഖ്സൂദി, അത് ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നത്. ഇത് ലാ യതവസ്സലു ബിഹി ഇലാ നൈലി ജാഹിൻ ഔ മാലിൻ ഔ ഇൽമിൻ. ഇത് ലാ യതവസ്സലു ബിഹി, ഇതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റൂല, ഇലാ നൈലി ജാഹിൻ, ഒരു സ്ഥാനം നേടുക, ഔ മാലിൻ, സമ്പത്ത് നേടുക, ഔ ഇൽമിൻ, അല്ലെങ്കിൽ ഇൽമ് നേടുക. കമാ യുഹിബ്ബുർ റജുലു സുൽത്താനൻ, ഒരു ഭരണാധികാരിയെ സ്നേഹിക്കും പോലെ. ലിന്തിഫായിഹി, അവനെ കൊണ്ട് ഉപകാരമുണ്ട്. ബിമാലിഹി, സ്വത്ത് കിട്ടും. ഔജാഹി, അല്ലെങ്കിൽ അയാൾ എടുത്തു പോയ സ്ഥാനം കിട്ടും. വയുഹിബ്ബു ഖവാസഹു, അയാളെ സ്പെഷ്യലായ ഉദ്യോഗസ്ഥന്മാരെ ഭയങ്കര ബഹുമാനാണ്. ലി തഹ്സീനിഹിം ഹാലഹു ഇൻദഹു, ആ ഭരണാധികാരികൾക്ക് ഇവരെ അയാൾ വലിയ ഉള്ള ആളാണല്ലോ. തംഹീദിഹിം അംറഹു ഫി ഖൽബിഹി, അയാളെടുത്ത് അയാളെ മനസ്സിൽ എത്തിപ്പെടാനുള്ള ഒരു വഴിയാണ്, ഒരു മാർഗമാണ്. ഫൽ മുതവസ്സലു ഇലൈഹി ഇൻ കാന മഖ്സൂറൽ ഫായിദത്തി അല ദുനിയ ലം യകുൻ ഹുബ്ബുഹു മിൻ ജമീലത്തിൽ ഹുബ്ബ് ഫില്ലാഹ്. ഇവിടെ
ഈ ദുനിയാവ് നേടുക എന്ന ലക്ഷ്യം മാത്രമാണെങ്കിൽ അതെന്തിൽ വരൂല? അൽ ഹുബ്ബു ഫില്ല എന്നതിൽ വരൂല. വൈല്ലം യക്കുൻ മഖ്സൂറുൽ ഫായിദത്തി ലം യക്കുൻ മഖ്സൂറുൽ ഫായിദത്തി അല ദുനിയ വൈല്ലം യക്കുൻ മഖ്സൂറുൽ ഫായിദത്തി അല ദുനിയ, അത് ദുനിയാവ് എന്നിടത്ത് എന്ത് ചെയ്യപ്പെടുന്നില്ല, അത് ഒതുങ്ങി നിൽക്കുന്നില്ല എങ്കിൽ വലാകിന്നഹു ലൈസ യുഖ്സദു ബിഹി ഇല്ല ദുനിയ, ദുനിയാവ് മാത്രമേ അവിടെ ലക്ഷ്യം വെക്കുന്നു. ഏതുപോലെ കഹുബി തിൽമീദി ലി ഉസ്താദിഹി, ഒരു വിദ്യാർത്ഥി ഉസ്താദിനെ സ്നേഹിക്കുന്നു. ഫഹുവ ഐലൻ ഖാരിജുൻ അനിൽ ഹുബ്ബി ഫില്ല, ആ സമയത്ത് അയാൾ അൽ ഹുബ്ബു ഫില്ല എന്നതിന്റെ പുറത്താണ്. അപ്പോ ഉസ്താദിനെ ഹുബ്ബ് വെക്കുന്ന സമയത്ത് അവിടെ ലക്ഷ്യം വെക്കുന്നത് ബൽ യനാല ബിഹി അൽ ജാഹ വൽ മാല വൽ ഖബൂല ഇൻദൽ ഖൽഖി ഫമഹ്ബൂബുഹു അൽ ജാഹു വൽ ഖബൂൽ. ഉസ്താദിന്റെ അടുത്ത് പോകുന്ന എന്തിനാ? ഇൽമു നേടണം. ഇൽമു നേടിയാൽ ആൾക്കാരുടെ ഇടയിൽ നിലയും വിലയും ഉണ്ടാകും. അപ്പൊ അതാണ് ലക്ഷ്യം. അവിടെ അതെന്ത് മാത്രമാണ്? ഒരു ദുനിയാവിന്റെ കാര്യം മാത്രമാണ്. അവിടെയുള്ള വൽ ഇൽമു വസീലത്തു നിലയി, ആ ഇൽമു എന്തിനുള്ള മാർഗമാണ്? ആളാകാനുള്ള മാർഗം. കാരണം ഇവൻ എന്ത് കണ്ടിട്ടുണ്ട്? എല്ലാവരും ഉസ്താദിനെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഉസ്താദിനെ എന്തൊക്കെയോ ആദരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ നിലയും വില ഉണ്ടാകുന്നത് ഉസ്താദാണ്. അപ്പൊ അങ്ങനെയാണോ പഠിച്ചതെങ്കിൽ അത് വെറും എന്തിനുള്ളത് മാത്രമാണ്? അൽ ഇൽമു വസീലത്തുൻ ഇലൈഹി വൽ ഉസ്താദു വസീലത്തുൻ ഇലൽ ഇൽമി ഫലൈസ ഫീ ശൈഇൻ മിൻ ദാലിക ഹുബ്ബും ഫില്ല. അതിലൊന്നിലും ഹുബ്ബ് ഫില്ല ഇല്ല. ഇത് ലാ യുതസവ്വറു കുല്ലു ദാലിക മിമ്മൻ ലാ യുഅ്മിനു ബില്ലാഹി തആല അസ്ലൻ. ഇതൊക്കെ എല്ലാവർക്കും തോന്നുന്നതാണ്, ആളാകണം എന്നുള്ള എല്ലാവർക്കും തോന്നുന്നതാണ്. ഒരു സെലിബ്രിറ്റിയാണത്, കേവലം ഒരു സെലിബ്രിറ്റിയാണത്. സുമ്മ യൻഖസിമു ഹാദാ ഐലൻ ഇല മദ്മൂമിൻ വ മുബാഹ്, ഇത് തന്നെയും മദ്മൂമിലേക്കും മുബാഹിലേക്കും പോകുന്നുണ്ട്. ഫൈൻ കാന യുഖ്സദു ബിഹി അത്തവസ്സുൽ ഇല മഖാസിദ മദ്മൂമത്തിൻ, ഇത് തന്നെ ഒരാൾക്ക് മദ്മൂമായ ഒരു ലക്ഷ്യത്തിനും ആകാം. എന്താ? ഉസ്താദായാൽ ആ ഇന്നാലിന്ന ആളെ അടുത്ത് നല്ല സ്ഥാനം കിട്ടും. അയാളുടെ അടുത്ത് പോകുന്നത് എന്തിനാ? അതൊരു മോശപ്പെട്ട ലക്ഷ്യത്തിന്. ഉസ്താദായാൽ ഒരു മോശപ്പെട്ട ഒരാളെടുത്ത്, അയാൾ ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് ഉസ്താദിനോട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവൻ ഉസ്താദാകുക. എന്തിനാ ഉസ്താദാകുന്നത്? അയാളെടുത്ത ആളാകുക. മോശപ്പെട്ട ആളാകാനുള്ള വഴിയായിട്ടാണ് ഇയാൾ ഉസ്താദാകുക. അപ്പൊ അത് മദ്മൂമാണ്. മുബാഹാണ് എപ്പോ? വായിച്ച അതൊന്നും കൂടി പറയാം. സുമ്മ യൻഖസിമു ഹാദാ ഇല മദ്മൂമിൻ, ആക്ഷേപാർഹമായതിലേക്ക് മാറും. മുബാഹിൻ, ഹലാലിലേക്ക് മാറും. ഫൈൻ കാന യുഖ്സദു ബിഹി തവസ്സുലു ഇല മഖാസിദ മദ്മൂമത്തിൻ, മോശപ്പെട്ട ലക്ഷ്യത്തിലേക്കാണ് ഇയാൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മിൻ ഖാഹിരിൽ അക്റാനി, തന്റെ സമകാലികരെയൊക്കെ ഒന്ന് ഒതുക്കണം, ഓല മുമ്പിലൊക്കെ അവരൊക്കെ ഒന്ന് കീഴടക്കണം. ഹിയാസത്തി അംവാലിൽ യത്താമ, അനാഥകളുടെ സമ്പത്ത് സംഭരിക്കണം. ഉള്ള നല്ലൊരു മാർഗമാണ് ഈ ഉസ്താദാവുക. റുആത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആരെ എന്തും ചെയ്യുക. ഉസ്താദായ ചോദ്യം ചെയ്യും, ഒരുത്തനെ അടിച്ചാൽ തിരിച്ചടിക്കൂല. അങ്ങനെ ഒരു ചിന്തയാണ്. ബി വിലായത്തിൽ ഖലാഇ, അവിടെ എന്തുണ്ട്? ഇവനിക്ക് ജഡ്ജിയാകാം ഉസ്താദായാൽ, ഇൽമുണ്ടായാൽ ജഡ്ജിയാകാം. ഔ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റതുപോലുള്ള മാർഗം. കാനൽ ഹുബ്ബു മദ്മൂം, ആ ഹുബ്ബ് മദ്മൂമാണ്. കാരണം അവന്റെ ലക്ഷ്യം എന്താണ്? സ്വേച്ഛാധിപതിയാവുക, മോശക്കാരനാവുക. വൈൻകാന യുഖ്സദു ബിഹി തവസ്സുൽ ഇലാ മുബാഹിൻ, ഹലാലായതിലേക്ക് എത്തിപ്പെടാം. ഏതുപോലെ വൈന്നമാ തുക്തസബുൽ വസീലത്തു ഇന്നമാ തുക്തസബുൽ വസീലത്തു അൽ അൽ ഹക്കമ വസ്വിഫത്ത മിനൽ മഖ്സിദിൽ മുതവസ്സലി ഇലൈഹി. എന്ത് ചെയ്യാം? ഒരാള് പിന്നെ ഒരു മാർഗമാകുകയാണ്. എന്തിന്? അയാൾക്ക് ആവശ്യമുള്ള എന്തോ ഒരു കാര്യത്തിന് ഇൽമുണ്ടായാൽ കാര്യം കിട്ടും. അയാൾക്ക് ഹലാലായ ഒരു ആവശ്യമുണ്ട്. ഹലാലായ ആവശ്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടും, ഒരു നല്ലൊരു പൊസിഷനിൽ ഒരു ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടും. ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ലൊരു മുത്താലിമാകുക. അപ്പൊ അയാൾ മുത്താലിമാകുകയാണ്. എന്തിനാ മുത്താലിമാകുന്നത്? ലോ കോളേജ് സാധാരണ അഡ്മിഷൻ 30,000 റുപ്യാണ്. ഇവിടെ മുത്താലിമായാൽ അയാൾക്ക് ഫ്രീയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് അയാൾ അത്. ഹലാലാണ്. എന്തായാലും അത് എന്തല്ല, മഹ്മൂദല്ല, സ്തുത്യർഹമല്ല. ഫഇന്നഹ താബിയത്തുൻ ലഹു ഗൈറു ഖായിമത്തിൻ ബിനഫ്സിഹ, സത്യത്തിൽ അത് എന്തിന് താബിയാണ്? മറ്റതിന്റെ സെക്കൻഡറിയാണ്, മറ്റതിന്റെ അനുബന്ധമാണ്. യഥാർത്ഥത്തിൽ എന്തല്ല, അതല്ല അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല.
അപ്പൊ ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തതിൽ സ്ക്രീന് കുറച്ച് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ കുറഞ്ഞ ഭാഗങ്ങൾ ചെറിയൊരു ഹഫാവ് പോലെ സ്ക്രീനിലും അതുപോലെ വായിക്കാനും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ചത്തതിൽ നമുക്ക് ഈ ലിങ്ക് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സെയിം ലിങ്ക് തന്നെയാണ് എല്ലാ ആഴ്ചയും വരിക. ഇൻഷാ അള്ളാ ലിങ്ക് ഉപയോഗിച്ച് കയറാം. നമ്മൾ ഹാപ്പി സോണിനെ പരിചയപ്പെടുത്താനുള്ളതാണ് ഈ ഒരു ഭാഗം. അതായത് ഒരു ഭാഗത്ത് മതപരമായ അറിവുകൾ നേടുകയും അതോടൊപ്പം മനഃശാസ്ത്രം അതിൽ വെള്ളം ചേർക്കാതെ അത് ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് അതിൽ നിന്ന് മനുഷ്യന് ഉപകാരപ്പെടുന്ന ഭാഗങ്ങൾ പരമാവധി നമ്മുടെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഉപയോഗപ്പെടുത്താനും വേണ്ടി പഠന വിധേയമാക്കുന്ന ഒരു നല്ലൊരു വിഭാഗം പ്രബോധകരായ ദായികളായ നല്ലൊരു ടീമിനെ ഇൻഷാ അള്ളാ രൂപപ്പെടുത്തുന്നതിൽ ഒരു വിഭാഗം നല്ല പണ്ഡിതന്മാർ അവരൊന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹാപ്പി സോൺ എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റങ്ങളിലെല്ലാം ശിക്ഷ ആവശ്യമില്ലാത്ത വിദ്യാഭ്യാസം, അതുപോലെ നമ്മുടെ കുടുംബ ഇടങ്ങളിൽ സന്തോഷകരമായ ആത്മീയ ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പഠന സംവിധാനം, ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഒരു മദ്രസ വിട്ട് വീട്ടിലേക്ക് ഓടുന്ന സമയത്ത് ഒരു കുട്ടിക്ക് തോന്നുന്ന മാനസികാവസ്ഥ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോകുമ്പോൾ തോന്നണം. ഇല്ലെങ്കിൽ ആ ടീച്ചിങ്, ആ താലീം സംവിധാനത്തിൽ അബദ്ധമുണ്ട്. ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടുന്ന സെയിം മെന്റാലിറ്റി ഒരു കുട്ടിക്കില്ലെങ്കിൽ ആ ടീച്ചർ തിരുത്തണം. ഒരു ദർസിലേക്ക് ഒരു മുതഅല്ലിം വീട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ലീവ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സെയിം മെന്റാലിറ്റി ഉണ്ടാകുന്നില്ലെങ്കിൽ, എന്നാൽ ആ സന്തോഷം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്നില്ലെങ്കിൽ അവിടെ മാറ്റം വരണം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ടൈറ്റിൽ. ഈ ടൈറ്റിലിന്റെ പുറത്തു നിന്നുകൊണ്ടാണ് നമ്മൾ മനഃശാസ്ത്രം പരിചയപ്പെടുത്തുന്നത്. ഇൻഷാ അള്ളാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പ്രായോഗികമാണ് എന്ന് നമ്മൾ ഒരു പ്രാക്ടിക്കലായി തെളിയിക്കാൻ കഴിഞ്ഞൊരാശയമാണിത്. അത് സത്യമാണ്, പ്രാമാണികമാണ്, അനുഭവ എക്സ്പീരിയൻസ്ഡുമാണ്. ഇൻഷാ അള്ളാ ആ ഭാഗമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. ഇതാണ് ഇൻഷാ അള്ളാ ഇതിലേക്ക് പരമാവധി ഒരു സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.